ലൈഫിൽ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ചോദിക്കരുത്. നമുക്ക് സ്വയം ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. ഡേ 2 പ്രത്യേകിച്ച് പാലില്ല. ഇന്നലെ ഒരു ഫണ്ടിന് വേണ്ടി ചെയ്തതാണ്. കുറച്ചുപേരൊക്കെ സപ്പോർട്ട് ചെയ്ത് എന്നും ചെയ്യാൻ പറ്റുന്നൊന്നും കുഴപ്പമില്ല. ഇത് പിന്നെ ചെറിയൊരു കണ്ടന്റ് കിട്ടിയ പോലെ നോക്കട്ടെ പോന്നവരത് കണ്ടന്റ് സക്സസ് ആവുമെങ്കിൽ ഈ വീഡിയോ നന്നിരിക്കും. നോക്കട്ടെ. അപ്പം എന്നും ചെയ്യാനും വളുപ്പുള്ള കാര്യമാണ്. പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എല്ലാവരും സപ്പോർട്ടും പിന്നെ പോരായ്മകൾ അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് വരാൻ കഴിയും. നോക്കാം, ബാക്കി വഴിയെ പറയാം ഓരോപ്പം. അപ്പോൾ അക്കോർഡിംഗ് ടു ദ പ്ലാൻ കൂട്ടുകാരെ, ഇന്നത്തെ ഈ വ്ളോഗ് മുന്നോട്ട് കൊണ്ടുവരാൻ ഞാനല്ല. മെയിൻ ഹീറോ ആരാണെന്ന് വെച്ചാൽ ഇൻട്രോയിൽ നിങ്ങൾ കണ്ടു. അവനാണ് ഇന്നത്തെ ഹീറോ. നമുക്ക് അവനെടുക്കാൻ പോവാം. ഇയാളായകൻ കരകുവെന്ന് ഹോസ്പിറ്റലാണ്. ഇത് വെച്ചിട്ടുള്ള പരിപാടിയാണെന്ന് ഇതേ നമ്മുടെ ഫാമിലി ഫോട്ടോ. കൂട്ടുകാരെ, അപ്പം നമ്മളത് മെയിൻ ഹീറോനെ പിക്ക് ചെയ്തിരിക്കുന്നു. പിക്ക് ചെയ്ത് ചേർക്കാനാണല്ലേ ഇന്നത്തെ കലാപരിപാടിക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെ, ചെറുക്കാൻ കണ്ട് വീഡിയോ കണ്ട് ചൂൺ തകട്ടാനുമ്പോൾ പഠിക്കുന്നതല്ല കേട്ടോ. ചെറുക്കാൻ വലിയ പ്രൊഫഷണലൊന്നും അല്ല, എല്ലാവരും പ്രൊഫഷണലാണെന്ന് വിചാരിച്ച് വയല്ലേ. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ മീൻ പിടിക്കാനുള്ള കറക്റ്റ് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചെറിയൊരു പണയപ്പി. നമ്മൾ കൊണ്ടുവന്ന സ്റ്റിക്കിൽ ചെറിയൊരു കുരുക്കുവാണ്. അത് മാറ്റാൻ നമുക്ക് കറക്റ്റ് അറിയത്തില്ല. അതിനെപ്പറ്റി വലിയ പിടുത്തമൊന്നുമില്ല. അങ്ങനെ അവിടെ വെച്ച് കണ്ടൊരു ചേട്ടൻ നമുക്കത് റെഡിയാക്കി തന്നു. അങ്ങനെ നമ്മൾ കുരുക്കൊക്കെ മാറ്റി നമ്മൾ വന്ന സ്പോട്ട് വെച്ചാൽ മുതലപ്പുഴയിലാണ്. അപ്പം നമ്മളൊരു നല്ലൊരു പാറയുടെ കണ്ടുപിടിച്ച് നമുക്ക് തീറ്റയൊക്കെ ഒന്ന് കൊഴിക്കാനുണ്ട്. പിന്നെ നമ്മളത് തീറ്റയുടെ അടുത്തേക്കുന്ന ചാളയാണ്. അല്ല, കെട്ട ചാള. ചാള കുരുക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാളയുമായിട്ട് ചെറുക്ക് ഒരു മൽപ്പെടുത്ത പിടിക്കുകയാണ് കൊരുത്തെടുക്കാനായിട്ട്. കറക്റ്റ് പൊരുത്തില്ലെങ്കിൽ തീറ്റയായിട്ട് മീൻ പോവും. ദേ പയ്യൻ തീറ്റ കറക്റ്റ് കൊരുക്കണേ. നീ പണിപാളും ശ്രദ്ധിക്കണം. അങ്ങനെ കൂട്ടുകാരെ തീറ്റ കൊടുത്തു. അടുത്ത സ്റ്റെപ്പാണ് മെയിൻ. എന്താണെന്ന് വെച്ചാൽ കാസ്റ്റിംഗ്. കാസ്റ്റിംഗ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ചെറുക്കൻ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കോ. ഫസ്റ്റ് എറിയാണ്. എങ്ങനെയാവും ദേഹത്തിനറിയാം. സ്റ്റിക്കുമായിട്ട് വലിയൊരു പരിചിതമല്ല. എറിയണ ചെറുക്കാനുള്ള എറിയണം. നാണകരത്തരുത്. കമോൺ, എറിയാനുള്ള തയ്യാറെടുപ്പാണ്. കമോൺ കമോൺ കമോൺ. അമ്പള കൂട്ടുകാരെ, ഇവര് കഴിവേറി വന്നല്ലേ. ചെറുക്കാൻ വേണ്ടേ വലിച്ചു കയറ്റിയാണ്. നോക്കട്ടെ എന്തിനാവോന്ന് അറിയത്തില്ല. റെസ്റ്റ് എടുക്കുന്ന കൊള്ള. കൂട്ടുകാരെ, വിചാരിക്കണക്കല്ല, നല്ല ക്ഷമയുള്ള പരിപാടിയാണ്. ചെറുക്കൻ്റെ അടുത്ത സ്പോട്ടിലോട്ട് മാറി അടുത്ത കാസ്റ്റിംഗ് നടത്തിയിരിക്കുകയാണ്. നല്ല കൊത്തുണ്ടെന്നാണ് പറയുന്നത്. മീനുമായിട്ടുള്ള അടുത്തൊരു പാർട്ട് വീഡിയോയുമായി നമ്മൾ എത്തുന്നതാണ്. സൈനിങ് ഓഫ്.